Hi everyone, welcome back to my channel Toppers Media. To score more marks and achieve full A+, subscribe my channel Toppers Media. ക്വസ്റ്റ്യനിൽ നമ്മൾ വായിച്ച ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? nth ടേം ഓഫ് ദ സീക്വൻസ് ഈസ് n² പ്ലസ് n/2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. n² പ്ലസ് n/2 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ സീക്വൻസ് ആൻഡ് ചെക്ക് വെദർ ദ സീക്വൻസ് ഈസ് ആൻ AS. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് നമുക്ക് നോക്കേണ്ടതുള്ളൂ? നമുക്കൊരു nth ടേമിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ nth ടേമിൻ്റെ ഫോം തന്നിട്ടുണ്ട്. nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ nth ടേമിൻ്റെ ഇക്വേഷൻ തന്നാൽ നോക്കുക, nth ടേം ഈക്വൽ ടു n² പ്ലസ് n/2 എന്നൊക്കെ തന്നിട്ടുള്ളത്. അതിൽ എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ? n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടണം, n ഈക്വൽ ടു 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടണം, n ഈക്വൽ ടു 3 കൊടുത്താൽ തേർഡ് ടേം കിട്ടണം. അങ്ങനെ എന്നിന് ഏത് ടേമാണോ കൊടുക്കുന്നത് ആ നമ്പർ ആ ടേം നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ സീക്വൻസ് എഴുതാൻ എളുപ്പമാണല്ലോ അല്ലേ. ക്വസ്റ്റ്യനിലുള്ളത് എന്താണ്? സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ n ഈക്വൽ ടു 1 കൊടുത്തു നോക്കാം. 1² പ്ലസ് 1/2 ഈക്വൽ ടു 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 പ്ലസ് 1 2, 2/2 ഈക്വൽ ടു 1. ദെൻ n ഈക്വൽ ടു 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 2² പ്ലസ് 2/2 ഈക്വൽ ടു 4 പ്ലസ് 2/2 ഈക്വൽ ടു 6/2. 6/2 ഈക്വൽ ടു 3. ദെൻ തേർഡ് 3² പ്ലസ് 3/2 ഈക്വൽ ടു 9 പ്ലസ് 3/2. 9 പ്ലസ് 3 12. 12/2 6. അപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് തന്നെ ഒന്ന് നോക്കാം. 1 3 6 ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ബി, സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ബി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇതാണ് നമുക്ക് സീക്വൻസ് കിട്ടിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ടുള്ള എന്താ? ചെക്ക് വെദർ ദിസ് സീക്വൻസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. നമുക്ക് കിട്ടിയ ഈ സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ ഉള്ളത്? കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം അല്ലേ. ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള കോമൺ ഡിഫറൻസ്, സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ കിട്ടുന്ന കോമൺ ഡിഫറൻസും, തേർഡ് മൈനസ് 2 ചെയ്യുമ്പോൾ ഉള്ള കോമൺ ഡിഫറൻസും, അങ്ങനെ ഏത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് വെച്ചിട്ട് n+1 മൈനസ് n ചെയ്യുമ്പോൾ കിട്ടുന്ന കോമൺ ഡിഫറൻസ് എല്ലായിടത്തും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ അതിനെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ തന്നതിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെ നോക്കുക? 3 - 1 എത്രയാണ്? 2. 6 - 3 3. അപ്പോൾ തന്നെ എന്തായി? കോമൺ ഡിഫറൻസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എന്തല്ല, ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സിമ്പിളായിട്ട് ചെയ്തു അല്ലേ. n² പ്ലസ് n/2 എന്നുള്ള nth ടേം നമുക്ക് തന്നിരുന്നു. അതിൽ എന്നിൻ്റെ വാല്യൂസിന് 1 2 3 എന്നുള്ള വാല്യൂസ് നമ്മൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. ആ എന്നിന് വാല്യൂസ് കൊടുക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്തു? 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, 2 കൊടുത്തപ്പോൾ സെക്കൻഡ് ടേം കിട്ടി, 3 കൊടുത്തപ്പോൾ തേർഡ് ടേം കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സീക്വൻസ് കണ്ടുപിടിച്ചു അല്ലേ. സീക്വൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും കിട്ടി. അപ്പോൾ നമുക്ക് അറിയില്ല സീക്വൻസ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ടേം കൂടി നോക്കിയപ്പോൾ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് അത് സീക്വൻസ് അല്ലാന്ന്. അതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തത്. ചിലതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ സീക്വൻസ് ആയിട്ട് വരും, ഫോർത്തോ അല്ലെങ്കിൽ ഫിഫ്ത്തോ തൊട്ടിട്ടൊക്കെ ആയിരിക്കും സീക്വൻസ് അല്ലാതായിട്ട് മാറുക. അപ്പോൾ ഒരു 5th 5 6 ടേംസൊക്കെ നോക്കുക. നിങ്ങൾക്ക് സീക്വൻസ് അല്ലാന്ന് കൺഫേം ചെയ്യാൻ പറ്റിയെങ്കിൽ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു 5 6 ടേംസൊക്കെ നോക്കുക. ചിലപ്പോൾ സീക്വൻസ് ആവുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, കുറച്ച് ഡിഫറെൻറ്റും കൂടെയാണ്. ഇതുവരെ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ടേംസ് അല്ലേ, നമ്പേഴ്സിന് പകരം എങ്ങനെയാണ് തന്നിട്ടുള്ളത്? x+4 എന്നുള്ളതാണ് ഫസ്റ്റ് ടേം അല്ലേ. 3x - 2 ആണ് സെക്കൻഡ് ടേം ആൻഡ് 4x - 2 ആണ് തേർഡ് ടേം എന്നാണ് തന്നിട്ടുള്ളത്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഈ സീക്വൻസ് ആണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്താ ചെയ്യാൻ പറ്റുള്ളത്? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വാല്യൂ ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ള
അരിത്തമാറ്റിക് സീക്വൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയായിരിക്കും. എ ബി സി എന്ന് നമ്മൾ ഈ സീക്വൻസിലെ ഓരോ ടേംസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2b = a + c എന്നൊരു ഫോർമുലയുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, ഈ മിഡിലിൽ നിൽക്കുന്ന ഈ ടേം എന്ന് പറയുന്നത് അതിനെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ടേമിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും സമ്മായിരിക്കും. മിഡിലിൽ നിൽക്കുന്ന ഈ ടേമിനെ ഇൻഡ്യൂ 2 ചെയ്യുമ്പോൾ അതിന് ഈക്വൽ ആയിരിക്കും a + c എന്നർത്ഥം. ഓക്കെ, ഇതിനെ വേറൊരു രീതിയിൽ കൂടെ എഴുതാറുണ്ട്. b - a = c - b എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കോമൺ ഡിഫറൻസ് ഈക്വൽ ആണെന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ b - a = c - a. ഓക്കെ, അപ്പോൾ 2b = a + c എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2b = a + c എന്ന് കൊടുത്തു. ഓക്കെ, നോക്കുക, സ്ഥലം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 × b എത്രയാണ്, 3x - 2 = a എത്രയാണ്, x + 4 ബ്രാക്കറ്റിലിടുക, ദെൻ 4x - 2 അല്ലേ, എയും സിയും. ഇനി എന്ത് ചെയ്യാം, ഇതിന് ഓപ്പൺ ബ്രാക്കറ്റ് 2 × 3 എത്രയാണ്, 6x - 2 × 2 4 = ഇതിനെങ്ങനെ ചെയ്യാം, ഇവിടെ പ്ലസ് സൈനാണ് അല്ലേ, അപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എക്സ് എന്നുള്ള വാല്യൂസ് തമ്മിൽ മൈനസ് ചെയ്യുക, അതുപോലെ 4 - 2, അപ്പോൾ x + 4x = 5x മൈനസ് എത്രയാണ്, 4 - 2 അല്ലേ, ഇവിടെ -2 ആണ്, അപ്പോൾ 4 - 2 ആണ് വരിക, 5x + 2 എന്ന് കിട്ടി അല്ലേ. 6 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് 6x - 4 = 5x + 2 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക, എക്സും എക്സും തമ്മിൽ മൈനസ് ചെയ്യുക, അതേപോലെ 2 4 തമ്മിൽ നോക്കാം. 6x - 5x = ഇവിടെ +2 ആണ്, ഈ -4 ഇങ്ങോട്ട് വരുമ്പോൾ +4 ആവും, 2 + 4 അല്ലേ. അപ്പോൾ 6x - 5x എത്രയാണ്, x = 6. നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഫൈൻഡ് ദ വാല്യൂ ഓഫ് x എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ കിട്ടിയതുണ്ട്. x = x എന്ന് കിട്ടി, x = 6 എന്ന് കിട്ടി. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. സബ് ക്വസ്റ്റ്യൻ ബി എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ സീക്വൻസ്. ഓക്കെ, സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ സീക്വൻസ് എഴുതാൻ എളുപ്പമാണല്ലേ. എക്സിൻ്റെ വാല്യൂ x + 4 3x - 2 ആൻഡ് 4x - 2 എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, x = 6 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സീക്വൻസ് എഴുതാൻ എളുപ്പമാണ്. 6 + 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് എക്സിൻ്റെ വാല്യൂ. 3 × 6 - 2 4 × 6 - 2 ഇതാണ് സീക്വൻസ് വരിക. 6 + 4 = 10. 3 × 6 - 2 ആണ്, അതുപോലെ 4 × 6 - 2 ആണ്. അപ്പോൾ ബോർഡ് മാസ് റൂൾ വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, 3 × 6 എത്രയാണ്, 18 - 2 16, ദെൻ 4 × 6 12 12 - 2 4 × 6 24 24 - 2 22. ഓക്കെ, ഇതാണ് സീക്വൻസ്. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എക്സ് എന്ന വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എക്സിൻ്റെ ടേംസിൽ തന്നിട്ടുള്ള സീക്വൻസിലേക്ക് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സീക്വൻസ് കിട്ടി. ഇനി എന്താണ് തേർഡ് പറഞ്ഞിട്ടുള്ളത്, തേർഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫൈൻഡ് ദ nth ടേം ഓഫ് സീക്വൻസ്. സീക്വൻസിൻ്റെ nth ടേം കാണണം. അപ്പോൾ nth ടേം കാണാനും എളുപ്പമാണ്. എന്താണ്, xn എന്നുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. xn = x1 + n - 1 × t അല്ലേ. x1 എന്താണെന്ന് കിട്ടി, x1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 ആണ്, പ്ലസ്
എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, n-1 എന്ന് തന്നെ എഴുതുക. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. 16 - 10 6, 22 - 16 6. അപ്പോൾ കോമൺ ഡിഫറൻസ് 6 ആണ്. ഇനി എന്ത് ചെയ്യാം, 10 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് 6n - 6 ഈക്വൽ ടു 6n ഇങ്ങോട്ട് കൊണ്ടുവരിക. ദെൻ 10 - 6 4. അപ്പോൾ xn ഈക്വൽ ടു 6n + 4 എന്നുള്ളതാണ് എന്താണ് nth ടേം എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ അല്ലേ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അരിത്തമാറ്റിക് സീക്വൻസ് ആസ് ഫസ്റ്റ് ടേം 18 ആൻഡ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം 18 ആണെന്നും അതുപോലെ d ഈക്വൽ ടു 3 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറയുന്നത്, സീക്വൻസ് എഴുതണം. എന്താണ് എ എഴുതാൻ എളുപ്പമാണല്ലേ, സീക്വൻസ്. സബ് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് സീക്വൻസ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ടേം 18 + 3 21 + 3 24 + 3 27 അങ്ങനെ പോവും. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ സീക്വൻസ് ബൈ ടേക്കിംഗ് ദ ടേം ഓഫ് ദ എബോവ് സീക്വൻസ് വേർ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. മേലെ തന്നിട്ടുള്ള നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള സീക്വൻസിൽ നിന്ന് എന്ത് ചെയ്യണം, പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പേഴ്സിനെ സീക്വൻസ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഈ തന്നിട്ടുള്ളതെല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ. 3 6 are 18, 3 7s are 21, 3 8s are 3 9s are അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്, 36 വരും. ദെൻ 81 121 അങ്ങനെ. ഓക്കെ, 36 81 121 ഒക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്. ഇതാണ് ഈ തന്നിട്ടുള്ള സീക്വൻസിൽ എന്ന് വെച്ചാൽ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഈ സീക്വൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ സീക്വൻസിലെ ടേംസ് ആയിരിക്കും, ഏതോ ഒരു ടേം. ഓക്കെ, അപ്പോൾ അങ്ങനെ ടേംസ് ആണെന്നുണ്ടെങ്കിൽ ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ മാത്രം എടുക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് മാത്രമായിട്ടുള്ളത് നമ്മളെടുത്തു 36 81 ആൻഡ് 121. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, തേർഡ് ക്വസ്റ്റ്യൻ, ഈസ് ദിസ് ന്യൂ സീക്വൻസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ തന്നിട്ടുള്ള സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കുക, 81 - 36 ചെയ്ത് നോക്കുക. ദെൻ 121 - 81 ചെയ്ത് നോക്കുക. സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കില്ല വരിക. കാരണം മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ കോമൺ ഡിഫറൻസ് സെയിം ആവില്ല, സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ എന്താണ്, therefore നമുക്ക് വേണമെങ്കിൽ കൺഫേം ചെയ്യാനായിട്ടൊന്ന് നോക്കാം. 81 - 36 ആൻഡ് 121 - 81 ചെയ്ത് നോക്കുക. 81 - 36 എന്ന് പറയുന്നത് 44 ആണെന്ന് കിട്ടുന്നത്. അതുപോലെ 121 - 81 എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ തന്നെ എന്തായി, കോമൺ ഡിഫറൻസ് സെയിം അല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് therefore the newly obtained sequence is not an arithmetic sequence എന്ന് കൺഫേം ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.